ഫയർഫോഴ്സ് മേധാവിയായി DGP മനോജ് എബ്രഹാം ചുമതലയേറ്റു. ആദ്യമായാണ് ഫയർഫോഴ്സിലേക്ക് എത്തുന്നതെന്നും വലിയ ഭാഗ്യമായി കരുതുന്നുവെന്നും മനോജ് എബ്രഹാം പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി കരുതലോടെ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദ്യമായിട്ട് ഫയർഫോഴ്സിലെ DG ആയിട്ട് ചാർജ് എടുക്കുന്ന ഈ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ജോലി ചെയ്തിട്ടില്ല, കൂടുതൽ അറിവില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, ജനങ്ങളെ സേവിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഒരു വലിയ ഒരു പ്രിവിലേജ് ആയിട്ട് തന്നെ കൂട്ടുന്നു. ഈ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇതിനെ നല്ല രീതിയിൽ മുമ്പിലോട്ട് കൊണ്ടുപോകാനും ഇതിനെ മോഡേണൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആയിട്ട് പദ്ധതി ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അത് ആലോചിച്ചിട്ട് എങ്ങനെയൊക്കെ രീതിയിൽ നല്ല പ്രവർത്തനം ഇവിടെ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി എല്ലാ ശ്രമവും നടത്തുന്നതായി. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അദ്ദേഹം ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഏറ്റവും ഭാഗ്യവാനാണ് എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ദേവിക, ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ചെങ്കൽച്ചോളയിലെ ഫയർഫോഴ്സിന്റെ ആസ്ഥാനത്തെത്തിയ മനോജ് എബ്രഹാം DGP മനോജ് എബ്രഹാം ചുമതലയേറ്റത്. ആദ്യമായാണ് ഫയർഫോഴ്സിൽ ജോലി നിൽക്കുന്നതെന്നാണ് ആദ്യത്തെ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്താണത്. ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റ് ആണെന്നും പ്രതികരിച്ചു. തുടർന്ന് ഫയർഫോഴ്സിനെ ആധുനികവൽക്കരിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് താൻ ഏർപ്പെടും. ആദ്യമായാണ് താൻ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല, ഇനി പഠിക്കണം എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് രാവിലെയോട് കൂടി തന്നെയാണ് ഈ ഫയർഫോഴ്സിന്റെ മേധാവിയായി മനോജ് എബ്രഹാം ചുമതലയേറ്റത്. നേരത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്നു. അതിനുശേഷം സ്ഥാനക്കയറ്റം DGP ആയി ലഭിച്ചതോടുകൂടിയാണ് ഫയർഫോഴ്സിന്റെ മേധാവിയായിട്ട് അദ്ദേഹം എത്തുന്നത്. തുടർന്ന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി H വെങ്കടേഷും ഇന്ന് ചുമതലയേൽക്കുന്നുണ്ടായിരുന്നു. നിലവിലെ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഈ മനോജ് എബ്രഹാം വരുന്ന ക്രമസമാധാന ചുമതലയുള്ള സ്ഥാനത്തിരുന്നതാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ആ സ്ഥാനത്തേക്ക് H വെങ്കടേഷ് വരുന്നത്. ആദ്യം ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനം നിലവിൽ വേണ്ട എന്നൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. പിന്നീട് ഇതൊരു ചർച്ചയായി. അതിനുശേഷം മുഖ്യമന്ത്രിയാണ് അവസാന തീരുമാനം എന്ന നിലയിൽ ആ പദവി ഇരിക്കട്ടെ എന്നൊരു തീരുമാനമെടുക്കുന്നത്. അങ്ങനെയാണ് അതിൽ വീണ്ടും ഈ H വെങ്കടേഷ് ആ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തത്. അങ്ങനെ 2 പേരാണ് ഇന്ന് സ്ഥാനക്കയറ്റം ലഭിച്ച 2 പേരാണ് ഇന്ന് ചുമതലയേറ്റത്. ഒന്ന് DGP ആയി സ്ഥാനക്കയറ്റം ലഭിച്ച മനോജ് എബ്രഹാം ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ തലവനായിട്ടാണ് സ്ഥാനക്കയറ്റം ലഭിച്ചത്. മറ്റൊന്ന് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി H വെങ്കടേഷും ചുമതലയേറ്റു. ദേവിക. ശരി.